ഹലോ നമസ്കാരം. ഞാൻ എന്നുള്ളത് കൊച്ചി മാരേറ്റിലാണ്. കൊച്ചി മാരേറ്റിൽ എപ്പോഴും ഒരു പ്രത്യേകതകളുണ്ട്. ഏത് വിശേഷ ദിവസങ്ങളിൽ വന്നാലും അവിടെ ഭയങ്കര അടിപൊളിയായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്ത് അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്യും. അങ്ങനെ കൊച്ചി മാരേറ്റിൽ നിന്ന് റമദാൻ പ്രമാണിച്ചിട്ട് ഒരുപാട് സംഭവങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇത് കയറി വരുമ്പോൾ തന്നെ റമദാൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ആർച്ച്. ഇവർ ടീം വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര സെറ്റപ്പാണ്. എന്താണെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ടീം വർക്കാണ്. കാരണം വെച്ചാൽ എന്ത് പരിപാടി, ഓണായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എന്ത് സംഭവമാണെങ്കിലും ഇവരുടെ ആർട്ട് വർക്കും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. എന്താണെങ്കിലും ഇഫ്താറിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. അത് മാത്രമല്ല ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇന്ന്. അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം. കൊച്ചി മാരേറ്റിൽ വന്നപ്പോൾ എന്താണെങ്കിലും ആബിത്താനെ എനിക്ക് കാണാൻ പറ്റി. കാരണം ആബിത്താടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാക്കുകളാണ്, ആ സംസാര രീതിയാണ്, എങ്ങനെയാണ് എന്നറിയില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അത് തന്നെ ആയിത്താനെ ഇതുപോലെ അല്ല. അപ്പൊ ഇത്രയും നന്നായിട്ട് സംസാരിക്കും, ഇത്രയും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി. ഫുഡ് കഴിക്കാൻ പോകണുള്ളൂ കേട്ടോ. സ്റ്റാർട്ടർ നോമ്പ് തുറന്നിട്ടുള്ളൂ. അപ്പൊ ഇനി ഫുഡ് കഴിക്കണം. ഒരുപാട് ഫുഡുകൾ അബിത്താടെ വക ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് നാളേക്ക് വേണ്ടി ഒന്ന് ഉഷാറാകും. എന്തായാലും അബിത്ത ഇത് എന്റെ ചാനലാണ് ESP മീഡിയ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തരും. എന്തെങ്കിലും പറയാൻ എന്റെ ചാനലിനോട്, എന്റെ പ്രേക്ഷകരോട്. നോമ്പ് തുറക്കാൻ വന്നതായോണ്ട് എല്ലാവർക്കും നോമ്പ് തുറന്റെ എന്താ പറയാ വിഷസ്. എന്തായാലും ആബിത്ത പറയാറുണ്ട്, മനുഷ്യരെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോഴും മുഹബത്ത് വാരി എറിയുക എന്നൊക്കെയാണ് പറയുന്നത്. 3 പെൺകുട്ടികൾ, അവരൊന്നും ഇതുപോലെ അല്ലെങ്കിലും ഞാൻ ഇതുപോലെയാണ് എന്നൊക്കെ പറയുന്ന ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്ത് ഇതുപോലെ പോസിറ്റീവ് എനർജിയിൽ നടക്കുന്ന തന്നെ. അല്ല, ഞാൻ കുക്കിങ്ങിന് വന്നതാ, പിന്നെ നിങ്ങളാണ് എന്നെ മോട്ടിവേറ്റർ ആക്കിയത്. ഞാൻ നാച്ചുറലി നോട്ട് എ മോട്ടിവേറ്റർ. ഓരോ വാക്കുകളും അങ്ങനെയാണ്. ആബിത്ത പറയുന്ന ഓരോ വാക്കുകളും അങ്ങനെ തന്നെയാണ് നമുക്ക് മോട്ടിവേറ്റർ ആയിട്ടാണ് തോന്നുന്നത്. അതെ, പഠിച്ചോലെന്തോ മെസ്സേജർ. ഐ ആം ജസ്റ്റ് എ മെസ്സേജർ ഓഫ് ഗോഡ്. എനിക്കറിയില്ല, എന്നിൽ കൂടെ ഇങ്ങനെ ആൾക്കാർക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷം. എന്തായാലും ആ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആ സംസാരവും കേട്ടിരിക്കാനും ആ ഫുഡ് കണ്ടിരിക്കാനും അത് ആസ്വദിക്കാൻ പലർക്കും പറ്റിയിട്ടുണ്ടാവില്ല. ഞങ്ങളൊക്കെ ആസ്വദിച്ച കാലം ഉണ്ടായിരുന്നു. ഇപ്പത്തെ കാലത്ത് ആർക്കും നേരമില്ല. അപ്പൊ ഞാൻ എന്റെ ഉമ്മയിൽ നിന്ന് ആസ്വദിച്ചത് ഞാൻ നിങ്ങൾക്ക് പകരുന്നു. കാരണം ഇത്താടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്. അപ്പൊ കൊച്ചി മാരേറ്റിൽ വന്നതിന് 20-ാം തീയതി വരെ ഇവിടെ ഉണ്ട്, കഴിക്കാൻ പറ്റും. പക്ഷേ നോമ്പ് തുറക്കാൻ. അപ്പൊ എന്താണെങ്കിലും ഇത്താടെ സംസാരവും ഇത്ത ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ കണ്ട് ഒരുപാട് പേര് വീടുകളിൽ ഫുഡ് ഉണ്ടാക്കണ്ട. എന്റെ വൈഫൊക്കെ ഉണ്ടാക്കും. ഇത്ത ഉണ്ടാക്കണ കണ്ട് ഇട്ട് നോക്കിയിട്ട് ഉണ്ടാക്കും. വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത്, വേറെ പുതിയതൊന്നും. പക്ഷെ ഇത്ത ഒരു പ്രത്യേക മുഹബത്ത് വാരി അറിയണ്ടെന്ന് പറഞ്ഞു. ആ മുഹബത്തിന്റെ ടേസ്റ്റ് ആണ് ഇത്താക്കി കിട്ടിയാണ് പഠിച്ചോൻ തന്നേക്കണ കഴിവ്. അല്ലേ? അപ്പൊ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ.